ഇന്ന് നമ്മൾ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സവാള കൊണ്ടുള്ളൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ദോശയ്ക്ക് അതുപോലെ ഇഡ്ഡലിക്ക് ചോറിന് ഒക്കെ കഴിക്കാൻ പറ്റും. സവാള കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ ഇതിന്. സാധാരണ ചിലരൊക്കെ ചെയ്യുന്നത് തന്നെയായിരിക്കും. ചുവന്നുള്ളി കൊണ്ട് ചമ്മന്തിയൊക്കെ എല്ലാവരും ചെയ്യാറുണ്ട്. ഇതിപ്പോൾ സവാള കൊണ്ടാണ്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്: ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ഉണക്കമുളക് അതായത് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഞാനൊരു 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പുളിയുണ്ട്, പുളി വളരെ കുറച്ചേ ഉള്ളൂ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഒരു തക്കാളി, പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം 2-3 കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ നിർബന്ധമല്ല കേട്ടോ, ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയത് എടുത്തിട്ടുണ്ട്. നിർബന്ധമല്ല, താല്പര്യം ഉണ്ടെങ്കിൽ ഇടാം. ഇനി ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ സവാളയാണ് അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. സവാള ഞാനിങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല, ഇതിലിട്ടിട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കാവുന്ന രീതിയിൽ ആക്കിയെടുക്കുക. കാരണം ഞാനിപ്പോൾ തക്കാളിയും അതുപോലെ ഇഞ്ചിയൊക്കെ വഴന്ന് വരുന്ന കൂട്ടത്തിൽ വഴറ്റാനുള്ളതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. തീരെ ചെറുതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക. പക്ഷേ തക്കാളി ഒരുമിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ, കാരണം തക്കാളിയൊന്നും നമ്മൾ കട്ട് ചെയ്യാതെയാണ് ഇടുന്നത്. അപ്പോൾ തക്കാളിയുടെ കൂടെ ഇടാനുള്ളതായതുകൊണ്ട് ഞാൻ സവാള ഇത്തിരി വലുതായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. സവാള എല്ലായിടത്തും ഒന്ന് എണ്ണ ടച്ച് ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട് സവാള ആദ്യം ഇട്ടു. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചമ്മന്തിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുത്തു. മാത്രമല്ല സവാള ഒന്ന് പെട്ടെന്ന് ആയി വരാനും നല്ലതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചി ഇട്ടു, തക്കാളി ഇട്ടു. തക്കാളി കട്ട് ചെയ്യരുത്, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഉണക്കമുളക് ഇട്ടു, എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ പുളി ഇട്ടു, കുരു കളഞ്ഞിട്ട് വേണം ഇടാൻ. പിന്നെ തേങ്ങ ഇട്ടു. ഇതാണിപ്പോൾ ഇതിലുള്ള ടോട്ടൽ ഇൻഗ്രീഡിയൻസ്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇടണം, അതിപ്പോൾ തന്നെ ഇടണം എന്നില്ല. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് അത്യാവശ്യം എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് വേവണം. ഈവൻ തക്കാളി അടക്കം ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. പിന്നെ നമ്മളിതൊന്നും കുക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒന്നും ചെയ്യണില്ല, നന്നായിട്ട് ഇളക്കി വേവിച്ചിട്ട് അരച്ചെടുക്കുക മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല. നമുക്ക് ശരിക്കും വേറെ ഒന്നും വേണ്ട. ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ ദോശയുടെ കൂടെ അതുപോലെ ഇഡ്ഡലിയുടെ കൂടെ, എനിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയത് ദോശയുടെ കൂടെയാണ്. ഇഡ്ഡലിയുടെ കൂടെ അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ ഒരു പകുതി വേവാകുമ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി കറിവേപ്പില ഒന്ന് നന്നായി ആയിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ടോട്ടൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. മുളകൊക്കെ ശരിക്കും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മുളക് പൊടി ഇടാത്തതാണ് നല്ലത്. ചിലരെങ്കിലും ഒരു ഈസി ആവാൻ വേണ്ടിയിട്ട് മുളക് ഇങ്ങനെ വറുക്കാതെ മുളക് പൊടി ഇടാറുണ്ട്. ഈസി ആവാൻ വേണ്ടിയിട്ടല്ല, ചിലരുടെയും കയ്യിൽ ചിലപ്പോൾ ഈ ഉണക്കമുളക് സ്റ്റോക്ക് ഉണ്ടാവില്ല, മുളക് പൊടിയായിരിക്കും ഉണ്ടാവുക. ഒരു ഏകദേശം ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മൾ കുറേ ഉണ്ടായിരുന്നല്ലോ, ചട്ടി നിറയെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് ചുരുങ്ങി വന്നു. വെള്ളം ഒന്നും ചേർക്കരുത്, ഒട്ടും വെള്ളം ചേർക്കരുത്. നമ്മൾ അരയ്ക്കുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ അങ്ങ് അരച്ചെടുക്കുകയാണ് ചെയ്യുക. തക്കാളിയുടെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, അകത്ത് പിന്നെ ഒന്നുമില്ല വേവൻ. തക്കാളി പെട്ടെന്ന് വേവും. ശരിക്കും മുറിച്ചിട്ട് കഴിഞ്ഞാൽ അതിലുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ പുറത്തേക്ക് ഇറങ്ങും എന്ന് വിചാരിച്ചിട്ടാണ് അത് കട്ട് ചെയ്യാതെ ഇട്ടത്. ഇനി നമ്മൾ അരയ്ക്കുമ്പോൾ ശരിക്കും നന്നായിട്ട് അരയും, കാരണം ഈ തക്കാളീൻ്റെ ഉള്ളിലുള്ള വെള്ളം എല്ലാം ഇറങ്ങി നല്ല ക്രീമായിട്ട് ഇരുന്നോളും. സാധാരണ ചുവന്നുള്ളി വെച്ചിട്ടാണ് എല്ലാവരും ചെയ്യാറ്. ഇതിപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. ചുവന്ന തൊലി കളയാൻ എല്ലാവർക്കും മടിയാണല്ലോ. ചുവന്നുള്ളി തൊലി കളയുക എന്നുള്ളതൊരു വലിയ ജോലിയാണ്. ഇപ്പോൾ എല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുത്തു. വെള്ളമൊന്നും ചേർക്കണ്ട, വെറുതെ അങ്ങ് അരച്ചാൽ മതി. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കുക്ക് ചെയ്യരുത്, ചൂടാക്കരുത്, ഒന്നും ചെയ്യരുത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഉപ്പിൻ്റെ കുറവ് തോന്നിക്കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ കുറവ് തോന്നിയിട്ടില്ല. ഇപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ ദോശയുടെ കൂടെയാണ് സെർവ് ചെയ്തത്. നല്ല ടേസ്റ്റിയാണത്. വേറെ ഒന്നും വേണമെന്നില്ല, കാരണം നല്ല പുളി അതുപോലെ ഈ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നതോടുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. ഈ റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. താങ്ക് യു.